കല്യാണം കഴിഞ്ഞു വരുന്ന ഭാര്യമാരോട് ഭർത്താവിന്റെ വീട്ടുകാരെ അവളെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിക്കുമ്പോൾ ഈ ഭർത്താക്കന്മാര് ചെയ്യണ ഒരു കാര്യമുണ്ട്, ഭാര്യമാരെ കൺവിൻസ് ചെയ്യുക. അതാണല്ലോ എളുപ്പമാർഗം. ഭാര്യമാരോട് പറയും, ഈ ഒന്ന് മനസ്സിലാക്കട്ടോ, എനിക്ക് വേണ്ടിയെങ്കിലും നീ സഹിക്കും, ഇപ്രാവശ്യം കൂടി അഡ്ജസ്റ്റ് ചെയ്യും. തുടക്കത്തിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു ആശ്വാസമാണല്ലേ. പക്ഷെ ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഹസ്ബൻഡിന് പോലും ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. അദ്ദേഹം പോലും പറഞ്ഞു തുടങ്ങും, എനിക്ക് ഏത് നേരം നോക്കുമ്പോഴും പ്രശ്നമാണല്ലോ, ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെ എന്തിനാ നീ ഇത്ര വലിയ ഇമോഷണൽ ആവുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതേ സിറ്റുവേഷൻ ഇവളുടെ വീട്ടിലാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നെങ്കിൽ ഓക്കെ, സംഭവിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ പോട്ടെ, ഇവൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാം? ഇവൾ ഇതേ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ, എന്റെ വീട്ടിലെ അവസ്ഥ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് മനസ്സിലാക്കിട്ടോ എന്നായിരിക്കില്ല. അവളുടെ ഹസ്ബൻഡിനെ ആരേലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് അവളെ ശക്തമായിട്ട് പ്രതികരിക്കും. നിങ്ങൾക്കൊരു സുരക്ഷാ കവചമായിട്ട് അവിടെ അവൾ മാറും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യണം എന്നൊന്നും ഞാൻ പറയൂല. കാരണം ഫാമിലി എപ്പോഴും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അവരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യരുതെന്നേ ഞാൻ പറയൂ. പക്ഷെ ഇവൾക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. എപ്പോഴും നിസ്സഹായിയായി പോകുന്നത് ഈ ഭാര്യയല്ലേ. ആരുടെയും സഹായം ഇല്ലാതെ ഇവൾ ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത് ഈ ചെറിയ പ്രശ്നത്തിനല്ല, വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് ഇവിടെ അക്യുമുലേറ്റ് ആയിട്ട് ഒരു പർവ്വതം പോലെ അല്ലെങ്കിൽ ഒരു കടല് പോലെ ആയിത്തീരും. പലതുള്ളി പെരുവെള്ളം എന്ന് നമ്മൾ പറയാറില്ലേ. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവളുടെ കൺട്രോൾ കയ്യിലാണ്. ആലോചിക്കുമ്പോൾ തന്നെ ഇത് അത്ര വലിയ സീരിയസ് അല്ലെന്ന് നമുക്ക് തോന്നിയാലും ഉള്ളിലുള്ള കനലിന് എത്ര തീ ബാക്കിയുണ്ട് എന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു ചേർത്ത് പിടിക്കലാവാം.